രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത നേതാവും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. പല മന്ത്രിമാർക്കും എംപിമാർക്കും എംഎൽഎമാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. ഇങ്ങനെ ഇല്ലാത്തവർ കൈയുയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലെന്നാണ് അധിക്ഷേപം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ എംപിമാരുണ്ട്, എംഎൽഎമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ് എന്നെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അതില്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ജനപ്രതിനിധികൾക്ക് നേരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം എന്ന് തന്നെ പറയുന്ന രീതിയിലാണ്. ഇത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് ബഹാവുദ്ദീൻ നദ്വി കടന്നത്? കോഴിക്കോട് മടവൂരിൽ നടന്ന ഒരു സുന്നി മഹൽ ഫെഡറേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബഹാവുദ്ദീൻ നദ്വി. ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഈ ബഹുഭാര്യത്വത്തെ പലരും കുറ്റം പറഞ്ഞ് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനെ തള്ളി പറയുന്നവർ എന്നാൽ ഇക്കാര്യത്തിൽ നേരിട്ട് വിവാഹം കഴിക്കാതെ ഈ വൈഫ് ഇൻചാർജുമാരായി സൂക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഒന്നടങ്കം അവഹേളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രസ്താവന. MLA മാർ, മന്ത്രിമാർ, MP മാർ, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്കൊക്കെ ഈ ഒറ്റ ഭാര്യ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അവർക്ക് വൈഫ് ഇൻചാർജ് എന്ന പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരല്ലാതെ തന്നെ വൈഫ് ഇൻചാർജ് എന്ന രീതിയിൽ വേറെ ഭാര്യമാർ ഉണ്ടാവും. പക്ഷേ ഇത്തരം ഒരു പ്രയോഗം പേരായി പറയില്ല എന്ന് മാത്രം. ഇങ്ങനെ ഇല്ലാത്തവർ കൈപ്പൊക്കാൻ പറഞ്ഞാൽ എത്ര ആളുണ്ടാവും കൈപ്പൊക്കാൻ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ CPM-ന്റെ നേതാവായിരുന്ന EMS-നെയും അദ്ദേഹം EMS-ന്റെ ഉമ്മയുടെ കാര്യവും പറയുന്നുണ്ട്. EMS-ന്റെ അമ്മ 11ാം വയസ്സിലാണ് വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പരിശോധിച്ചാൽ തെറ്റാണ്. പക്ഷേ EMS-ന്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ചയച്ചത് 11ാം വയസ്സിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആചാര രീതികൾ അനുസരിച്ചത് തെറ്റാണെന്ന് പറയാൻ കഴിയുകയുമില്ല. ഓരോ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ കാലത്തെ വെച്ച് പാവരുത് ഇപ്പോഴത്തെ കാലത്തെ വിലയിരുത്തേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ഈ തികച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അനീഷ്, ബഹുഭാര്യത്വം, പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന ഈ പലതരത്തിലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ ഇതിനുള്ള ഒരു മറുപടി എന്ന തരത്തിൽ പറയുമ്പോഴും ഇത് ജനപ്രതിനിധികൾക്ക് നേരെ പറയുന്നത് അത് ഇന്ന പാർട്ടി എന്നുള്ളൊരു സൂചനകൾ എവിടെയെങ്കിലും ഉണ്ടോ? EMS-നെ ഒഴികെ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? MP-മാര്, MLA-മാര്, മന്ത്രിമാർ പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് അടച്ചു പറയുകയാണ് എന്നുകൂടിയാണോ? തീർച്ചയായും അങ്ങനെ പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടി തിരിച്ചല്ല അദ്ദേഹം പറയുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒറ്റ അച്ഛന്റെ കീഴിലേക്ക് അദ്ദേഹം മാറ്റുകയാണ്. ഇത്തരത്തിൽ വൈഫ് ഇൻചാർജുമാരില്ലാത്തവർ കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഒരു സാമാന്യ വൽക്കരണം ഇതിൽ അദ്ദേഹം നടത്തുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഈ ബഹുഭാര്യത്വം എന്ന് അല്ലെങ്കിൽ ഇസ്ലാമിലുള്ളവർക്ക് 4 കെട്ടാം എന്ന് പറയുമ്പോഴും ഒന്നിലധികം വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. ഈ സാമ്പത്തിക സ്ഥിതിയും ശാരീരിക അവസ്ഥയും ഒക്കെ നോക്കുമ്പോൾ ഒന്നിലധികം ഭാര്യമാർ വേണമെന്ന് തോന്നുന്നവർക്ക് അതാവാം. ഇസ്ലാമിൽ അത് പരസ്യമായി പറഞ്ഞ് ഈ വിവാഹം കഴിച്ചു കൂടെ കൂട്ടുന്നു. പക്ഷെ മറ്റുള്ള ഇടങ്ങളിൽ അത്തരത്തിൽ പരസ്യമായി പറയാതെ രഹസ്യമായി വൈഫ് ഇൻചാർജുമാരായി കൂട്ടി അങ്ങനെ കൂടെ കൂട്ടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാക്കളെയോ എടുത്തല്ല, പൊതുവായ ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ EMS-ന്റെ അമ്മയുടെ കാര്യം അല്ലെങ്കിൽ EMS-ന്റെ ഉമ്മ എന്ന രീതിയിൽ തന്നെ അവരുടെ നിക്കാഹ് കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതായത് 11 വയസ്സിലാണ് അവർ വിവാഹം കഴിച്ചത്. പക്ഷേ EMS മാത്രമല്ല, അന്നത്തെ നമ്പൂതിരി സമുദായത്തിലുള്ള പലരും അല്ലെങ്കിൽ അന്നത്തെ ഒരു സാമുദായിക ഘടന അനുസരിച്ച് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ബാലവിവാഹം ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷെ ഇപ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതായത് ഒരു കാലത്ത് അന്ന കാലത്ത് നിലനിൽക്കുന്ന ആചാരങ്ങളും രീതികളും അനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷെ പിന്നീട് കാലം പുരോഗമിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിനോട് അനുബന്ധമായി തന്നെയാണ് ഈ വൈഫ് ഇൻചാർജുമാർ എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അനീഷ, അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പരാമർശമല്ലാത്തത് കൊണ്ടുകൂടി സ്വാഭാവികമായിട്ടും ഇനി മറിച്ചുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവായിരിക്കും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നല്ലേ?
തീർച്ചയായും അത് ആരെയും എടുത്ത പേരെടുത്തല്ല പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്തുമല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പൊതുവായി എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ എല്ലാ മന്ത്രിമാരെയും എല്ലാ MLA-മാരെയും MP-മാരെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ട് ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ കൈവക്കാൻ ആളുണ്ടാവില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിന്റെ ഒരു വിമർശന മുനയിലേക്ക് അല്ലെങ്കിൽ ഒരു സംശയ മുനയിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും ഈ വൈസ് ഇൻചാർജുമാരെ വെച്ച് ജീവിക്കുന്നു എന്ന രീതിയിലേക്കുള്ള പരാമർശമാണ്. ഒരുപക്ഷെ പറയുമ്പോൾ കൈവക്കാൻ കഴിയുന്ന ആളുകളും ഉണ്ടാവും. അവരെങ്കിലും ഒരുപക്ഷെ പ്രതികരിക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നിലവിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും MLA-യോ MP-യോ ഒന്നും പേരെടുത്തല്ല അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപർണ. റൈറ്റ്. ഏതായാലും അധിക്ഷേപ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പാർട്ടി ഭേദമന്യേ പേരെടുത്തു പറയാതെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അധിക്ഷേപ പരാമർശമാണ് സംസ്ഥ നേതാവ് നടത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികൾക്കെല്ലാം അത് മന്ത്രിമാരാകട്ടെ MP-മാരാകട്ടെ MLA-മാരാകട്ടെ ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാർ വേറെയുണ്ട് എന്നാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി വിമർശനം നടത്തിയിരിക്കുന്നത്. ബഹുഭാര്യാത്തമടക്കമുള്ള സമുദായത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ നടക്കുമ്പോൾ അതിനുള്ള മറുപടി കൂടി ആയിട്ടാകണം ഈ അധിക്ഷേപ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ